കുറ്റബോധം നമ്മുടെ സാമ്പത്തിക ലക്ഷ്യത്തെ എങ്ങനെ പിറകിലേക്ക് പിടിച്ചു വലിക്കുന്നു എന്ന് എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? കുറ്റബോധമില്ലാത്ത മനസ്സ് സാമ്പത്തികത്തിൻ്റെ പാതയാണെന്ന് എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? പണമുണ്ടാക്കുമ്പോൾ സ്കില്ലിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നമ്മളുടെ മാനസികാവസ്ഥയ്ക്കുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമസ്കാരം, ഞാൻ അനൂപ്. ശോഭ ഹോം സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്നൊരു രാജുവിൻ്റെ കഥ കേൾക്കാം. യുവ സംരംഭകനായിട്ടുള്ള രാജു അവൻ്റെ ബിസിനസ് തുടങ്ങി. ബിസിനസ് അങ്ങനെ പോകുമ്പോൾ ഏതൊരു തുടക്കക്കാർക്കും ഉണ്ടാക്കാവുന്ന കുറ്റങ്ങളും കുറവുകളും രാജുവിൻ്റെ ബിസിനസ്സിനുണ്ടായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ മുമ്പുണ്ടാക്കിയ ഈ കുറ്റങ്ങൾ വലിയൊരു പ്രശ്നമായിട്ട് രാജുവിൻ്റെ മുന്നിലേക്ക് വരാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും രാജുവിൻ്റെ ആ ഒരു ഉത്സാഹം കുറഞ്ഞു. ഉത്സാഹം കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് ബിസിനസ് കുറയും. രാജു ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിലേക്ക് പോയി. നമ്മളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രകൃതി അല്ലെങ്കിൽ ഈശ്വരൻ നമ്മുടെ മുന്നിലേക്ക് പലരെയും പറഞ്ഞു വിടും. അതേപോലെ തന്നെ രാജുവിൻ്റെ ലൈഫിലേക്കും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് ഒരു മാസ്റ്റർ വന്നു. രാജു തൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ മാസ്റ്ററോട് പറഞ്ഞു. മാസ്റ്റർ അപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ് രാജുവിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത്. മാസ്റ്റർ പറഞ്ഞ ഒരു കാര്യം, ഒരു പർവ്വതാരോഹണം നടത്തുമ്പോൾ ഒരു മലയുടെ മുകളിലേക്ക് കയറുന്നവർ അവർ പല കാര്യങ്ങളും അവരുടെ ബാക്ക് പാക്കിൽ കരുതാറുണ്ട്. ഈ ബാക്ക് പാക്കിൽ അവർ വലിയൊരു ഭാരമുള്ള ഒരു കരിങ്കല്ലാണ് ചുമന്നുകൊണ്ടാണ് കയറുന്നതെങ്കിൽ എത്രത്തോളം പ്രയാസം അവർക്കുണ്ടാവും. അവരുദ്ദേശിക്കുന്ന സ്പീഡിൽ അവർക്ക് ഈ മല കയറാനായിട്ട് സാധിക്കുമോ? ഒരിക്കലുമില്ല. അവരുടെ സ്പീഡ് കുറയും, അവർക്ക് കൂടുതൽ ഭാരം ചുമക്കേണ്ടതായിട്ട് വരും. ഇതുപോലെ തന്നെയാണ് ഓരോ സംരംഭകരും അവർ പണ്ട് ചെയ്ത പല കുറ്റതെറ്റുകൾ പേറി ഒരു ഭാരമായിട്ട് ഒരു കുറ്റബോധത്തോടു കൂടി അവരുടെ ലൈഫിൽ സംഭവിക്കുന്നു. സ്വാഭാവികമായിട്ടും അവരുടെയും സ്പീഡ് കുറയും. അവർക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അവർ ചെയ്യുന്ന ജോലി ഭാരമുള്ളതായിട്ട് മാറും. ഏതായാലും ഈ മാസ്റ്റർ പറഞ്ഞ ഉപദേശം രാജുവിൻ്റെ ലൈഫിലും രാജുവിൻ്റെ ബിസിനസ്സിലും വളരെയധികം പ്രയോജനപ്പെട്ടു. രാജു അത്രയും നാൾ ചുമന്നു കൊണ്ട് നടന്നിരുന്ന പല പ്രശ്നങ്ങളാകുന്ന കുറ്റങ്ങളാകുന്ന ഇത് ഒരു സ്ഥലത്ത് വെച്ചു. രാജു മനസ്സ് സ്വസ്ഥമായി, ഫ്രീ ആയി, ഈസിയായിട്ട് രാജുവിൻ്റെ ബിസിനസ് ശ്രദ്ധിക്കാൻ സാധിക്കും. നമ്മളുടെ ഉള്ളിലേക്ക് നോക്കിയാൽ ഈ പറയുന്ന രാജു നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിലില്ലേ? പണ്ടെങ്ങോ നമ്മളുടെ അറിവില്ലായ്മയിൽ ചെയ്തു പോയ പല തെറ്റുകുറ്റങ്ങളുടെയും കുറ്റബോധം നമ്മളുടെ ഉള്ളിൽ പേറിയല്ലേ നമ്മളുടെ ലൈഫ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വെൽത്ത് സീക്രട്ട് നമ്പർ 11. കുറ്റബോധമില്ലാത്ത മനസ്സ് പണത്തെ ആകർഷിക്കും. നമ്മുടെ ഇന്നത്തെ പോയിന്റ് അതാണ്. വെൽത്ത് അട്രാക്ഷൻ സീക്രട്ട് നമ്പർ 11. കുറ്റബോധമില്ലാത്ത മനസ്സ് പണത്തെ ആകർഷിക്കും. നമ്മുടെ 12ാമത്തെ വെൽത്ത് സീക്രട്ട് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. സ്റ്റേ ട്യൂൺ. താങ്ക് യു.